ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാറ്റയാണ്. പ്രിയമുള്ളൊരു, പാറ്റയ്ക്ക് എന്താ പ്രത്യേകത? നമ്മുടെ ചില മടികളും അലസതകളും ഒക്കെ തന്നെയാണ് പല കണ്ടുപിടുത്തങ്ങൾക്ക് നിദാനമായത്. മടിയന്മാരാണ് പലതും കണ്ടുപിടിച്ചത്, കുറുക്ക് വഴികൾ കണ്ടെത്തിയത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അലസന്മാർക്കും മടിയന്മാർക്കും ഉള്ളതാണ്. നിങ്ങൾ അത്യുത്സാഹികളും അമിതാധ്വാനം ചെയ്യുന്നവരുമാണെങ്കിൽ നിങ്ങൾക്കുള്ളതല്ല ഈ കഥ. നമസ്കാരം, ഞാൻ ലാലുമലയിൽ. പാറ്റയേക്കാൾ എത്രയോ മടങ്ങിരട്ടി വലിപ്പമുള്ള ജീവിയായിരുന്നു ദിനോസറുകൾ. ദിനോസറുകൾ ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല, പാറ്റകൾ അവശേഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പാറ്റകൾക്ക് എന്തോ പ്രത്യേകതയുണ്ടല്ലേ? കോഴി വളർത്തൽ കേന്ദ്രത്തിലേക്ക് പാറ്റകളെ ആവശ്യമുണ്ട്. ഇതായിരുന്നു പരസ്യം. ആകർഷകമായ ശമ്പളം, യോഗ്യതയുള്ള പാറ്റകളെ ക്ഷണിക്കുന്നു. എല്ലാ പാറ്റകളിലേക്കും ഈ വാർത്ത വരുന്നു. ഈ പരസ്യം കണ്ട് ഒരുപാട് പാറ്റകൾ ആ കോഴി വളർത്തൽ കേന്ദ്രത്തിലെത്തി. ഇന്റർവ്യൂ നടത്തുന്നവർ അവരുടെ നിബന്ധനകൾ പറഞ്ഞു. 1, 50,000 രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി. 2, 25,000 രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി. 3, 10,000 രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി. ഈ 3 കാറ്റഗറിയിലാണ് തൊഴിൽ അവസരം ഉണ്ടായിരുന്നത്. അതിൽ 50,000 രൂപയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ആ കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കലാണ് ഈ 50,000 രൂപയുടെ ജോലി. വളരെ റിസ്ക് ഉള്ള ജോലിയാണ്. ഈ റിസ്ക് ഉള്ള ജോലി ഏറ്റെടുക്കാൻ ഒരുപാട് പേർ തയ്യാറായി. കാരണം 50,000 രൂപ ശമ്പളം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ, വന്നതിൽ 80% പേരും തിരഞ്ഞെടുത്തത് കോഴികൾക്ക് തീറ്റി കൊടുക്കുന്ന 50,000 രൂപയുടെ ജോലിയാണ്. എന്നാൽ അതിൽ ഒരു 15% പേർ തിരഞ്ഞെടുത്തത് 25,000 രൂപയുടെ ജോലിയാണ്. എന്താണ് 25,000 രൂപയ്ക്കുള്ള ജോലി എന്ന് ചോദിച്ചാൽ, കോഴി ഫാമിനടുത്ത് തന്നെ അവരുടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലേക്ക് വെളുത്തുള്ളി പൊളിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ കൂട്ടരുടെ ജോലി. 25,000 രൂപ ശമ്പളം. അതിൽ ഒരു 15% പേർ ആ രണ്ടാമത് പറഞ്ഞ ജോലി ഏറ്റെടുത്തു. ഇച്ചിരൂടെ കട്ടി കുറഞ്ഞ ജോലി എന്നുള്ള രീതി അത് തിരഞ്ഞെടുത്തു. മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി മടിയന്മാർക്കും അലസന്മാർക്കും ഒക്കെ ഉള്ളതാണ്. അത് 10,000 രൂപ ശമ്പളമേ ഉള്ളൂ. അവരുടെ പണി എന്താന്ന് ചോദിച്ചാൽ ഈ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ വരുന്ന, ഹോട്ടലിൽ വരുന്നവരെ രസിപ്പിക്കണം, പാട്ട് പാടണം, നൃത്തം ചെയ്യണം. അലസന്മാർക്കുള്ള പണി. പ്രിയപ്പെട്ടവരെ, 5% പേർ മാത്രമാണ് ആ ജോലി ഏറ്റെടുത്തത്. എന്ന് പറഞ്ഞാൽ ആ വന്ന ഉദ്യോഗാർത്ഥികളിൽ 2 പേർ മാത്രമാണ് 10,000 രൂപയുടെ പണി ഏറ്റെടുത്തത്. അലസനും മടിയനുമായ 2 പേർ. കുറച്ച് കാലങ്ങൾ കടന്നുപോയി. ഒരു 6 മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഈ കോഴി ഫാമിലെ ഈ ജോലിക്കാരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ പോൾട്രി ഫാമിൽ 50,000 രൂപയ്ക്ക് ശമ്പളത്തിനെത്തിയ ഒരു പാറ്റ പോലും അവിടെ ജീവനോടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്ക് പിടികെട്ടി കാണും. കോഴികൾ പാറ്റയെ കൊത്തിത്തന്നു. സൂക്ഷ്മത വേണ്ട ജോലിയായിരുന്നു. സൂക്ഷ്മതയില്ലാതെ തീറ്റി കൊടുക്കാൻ പോയി ആദ്യം കൊത്തിത്തിന്നത് പാറ്റകളെയാണ് കോഴികൾ. രണ്ടാമത്തെ തരക്കാരെയും കാണുന്നില്ല, ആരും അവശേഷിക്കുന്നില്ല 6 മാസത്തിന് ശേഷം. കാരണം വെളുത്തുള്ളി പൊളിച്ചു പരിചിതമല്ലാത്ത പണി ചെയ്ത് ഇവരുടെ ഈ വെളുത്തുള്ളിയുടെ ആ രൂക്ഷഗന്ധം അടിച്ച് ഇതെല്ലാം ചത്തുപോയി. എന്നാൽ 10,000 രൂപയുടെ നമ്മുടെ അണ്ണന്മാരില്ലേ, അവരവിടെ പാട്ടും പാടി ഡാൻസും ചെയ്ത് ശമ്പളവും മേടിച്ച് നിൽക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. നമുക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന ജോലിയാണ് ഏറ്റെടുക്കേണ്ടത്. ശമ്പളം കൂടുതൽ കിട്ടിയെന്ന് കരുതി നമ്മൾ റിസ്ക് ഉള്ള ജോലി ഏറ്റെടുത്താൽ ആ റിസ്ക് കൂടെ ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്ത്, സച്ചിൻ ബാറ്റ് ചെയ്യുന്നത് പോലെ, യേശുദാസ് പാടുന്നത് പോലെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ജോലികൾ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഈ ഭൂമിയിൽ അവശേഷിക്കും. നിങ്ങൾ ഒരുപാട് കാലം ഇവിടെ ജീവിക്കും. ഈ ലോകത്ത് അലസന്മാരും മടിയന്മാരും ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇൻട്രോവർട്ടായിട്ട് നടന്നവർ, അലസർ, മടിയരെന്ന് മറ്റുള്ളവർ പറഞ്ഞവരാണ് ഈ ലോകത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണക്കാർ. വിശറി കൊണ്ട് വീശുന്നത് പാടായപ്പോൾ ഫാൻ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അലക്കുന്നത് ബുദ്ധിമുട്ടായപ്പോൾ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. തേങ്ങ അരയ്ക്കുന്നത് പാടായപ്പോൾ മിക്സി കണ്ടുപിടിച്ചു. ഒരു വർക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ മടിയന്മാരെ ഏൽപ്പിച്ചാൽ മതി എന്നാ പറയുക. ഞാനിത് മടിയന്മാരെ പ്രോത്സാഹിപ്പിക്കുകയല്ല. നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ക്രിയേറ്റീവ് ആയാൽ, തീർച്ചയായും നമ്മുടെ ഐഡിയകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ജോലികൾ കൂടുതൽ സുഗമമാകും. അത് നമുക്ക് ആസ്വദിച്ച് ചെയ്യാനും കഴിയും. വളരെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയും. എന്ത് ജോലിയും ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ്
അത് ജോലി അല്ലാതായി മാറുന്നത്. അങ്ങനെ നിങ്ങൾ ആരും ജോലി ചെയ്യാത്തവരാകട്ടെ, പകരം ആസ്വദിച്ച് ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു റെമ്യൂണറേഷൻ കിട്ടുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദം തരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല. ഈ കഥയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു കമന്റും ഒക്കെ തരാൻ മറക്കരുത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ഒത്തിരി സ്നേഹത്തോടെ, ലാലുമലയിൽ. എന്തൊക്കെ പ്രതിവിധികൾ ചെയ്തിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ലേ, എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന, നിങ്ങളെ നിരന്തരം പിന്നോട്ടടിക്കുന്ന നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിങ്ങൾക്കൊരു പുരോഗതി കൈവരിക്കാൻ സഹായിക്കുന്ന 21 ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിലും 2 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമായ ബ്ലിസ് മൊമെൻറ്റ്സിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക. 45,000 കോപ്പികൾ വിറ്റഴിഞ്ഞ ഞാൻ രചിച്ച എനിക്കും മാറണമെന്ന പുസ്തകത്തിനായും ഏറ്റവും പുതിയ പുസ്തകമായ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിനായും നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക. നന്ദി.